ദി പോസ്റ്റ് ഓഫീസ് എന്നത് ആരുടെ കൃതിയാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. 1901 തിരുവിതാംകൂർ സന്ദർശിച്ച ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? ഉത്തരം കഴ്സൺ പ്രഭു. ലാലാ ലജ്പത് റായ് അന്തരിച്ചത് എന്നായിരുന്നു? ഉത്തരം 1928 നവംബർ 17. സർ സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ ദിവാനായി നിയമിതനായ വർഷം? ഉത്തരം 1936. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ബംഗാൾ വിഭജനത്തിനെതിരെ രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ കവിത? ഉത്തരം അമർ സോനാർ ബംഗള. ഷഹീദ് ദ്വീപ് എന്ന് INA ഭടന്മാർ വിളിച്ച സ്ഥലം? ഉത്തരം ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. ഏത് ജയിലിലാണ് സ്വതന്ത്ര ജ്യോതി എന്ന കെടാവിളക്ക് തെളിയിച്ചിട്ടുള്ളത്? ഉത്തരം കാലാപാനി സെല്ലുലാർ ജയിൽ. പോർട്ട് ബ്ലെയറിൽ ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ചിട്ടുള്ള കൂറ്റൻ ജയിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം കാലാപാനി. തൊഴിലാളി വർഗത്തിനായുള്ള മലയാളത്തിലെ ആദ്യ പ്രസിദ്ധീകരണമായ വേലക്കാരൻ 1933 പുറത്തിറക്കിയത് ആരാണ്? ഉത്തരം കെ അയ്യപ്പൻ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ വർഷം? ഉത്തരം 1910 സെപ്റ്റംബർ 26. ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഇടക്കാല ഗവൺമെന്റിൽ ആരായിരുന്നു ധനമന്ത്രി? ഉത്തരം ലിയാഖത്ത് അലി ഖാൻ. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായി കണക്കാക്കുന്ന ഗ്രന്ഥം? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സേന പ്ലാസി യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത് ആരെയാണ്? ഉത്തരം ബംഗാൾ നവാബായ സിറാജ് ഉദ്ദൗളെ. ആധുനിക ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഉത്തരം വില്യം ബെന്റിക്. ഇന്ത്യയിൽ ആദ്യ മെഡിക്കൽ കോളേജ് കൊൽക്കത്തയിൽ ആരംഭിച്ചത് ആരാണ്? ഉത്തരം വില്യം ബെന്റിക്. ഇന്ത്യയിൽ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ? ഉത്തരം വെല്ലസ്ലി പ്രഭു. 1798 സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യം? ഉത്തരം ഹൈദരാബാദ്. വെല്ലസ്ലി പ്രഭു സ്വയം വിശേഷിപ്പിച്ചത് ഏതു പേരിലാണ്? ഉത്തരം ബംഗാൾ ടൈഗർ. ഇന്ത്യയിൽ ടെലഗ്രാഫ് സംവിധാനം ആരംഭിച്ചത് ആരാണ്? ഉത്തരം ഡൽഹൌസി പ്രഭു. കേരളത്തിൽ നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം? ഉത്തരം 1932. നിവർത്തന പ്രക്ഷോഭത്തിന്റെ നായകൻ ആരാണ്? ഉത്തരം സി കേശവമേനോൻ. ശ്രീമൂലം പ്രജാസഭയിൽ ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും മതിയായ സംവരണം ലഭിക്കാൻ 1932 നടന്ന പ്രക്ഷോഭം ഏതാണ്? ഉത്തരം നിവർത്തന പ്രക്ഷോഭം. വൈക്കം നായകൻ ആരാണ്? ഉത്തരം EV രാമസ്വാമി നായ്ക്കർ. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതിയുടെ ഉപദേഷ്ടാവ് ആരാണ്? ഉത്തരം BL റാവു. 1946 ഡിസംബർ 11 ഭരണഘടനാ നിർമ്മാണ സമിതി സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ. ഇന്ത്യക്ക് സ്വന്തമായൊരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് ആരാണ്? ഉത്തരം MN റോയ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള അർദ്ധ സൈനിക വിഭാഗം?
ഉത്തരം ആസാം റൈഫിൾസ്. ആസാം റൈഫിൾസ് രൂപം കൊണ്ട വർഷം. ഉത്തരം 1835. ആസാം റൈഫിൾസിന്റെ ആസ്ഥാനം. ഉത്തരം ഷില്ലോങ്. ഇന്ത്യയിൽ CRPF രൂപീകൃതമായ വർഷം. ഉത്തരം 1939. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ സത്യാർത്ഥ പ്രകാശം ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഉത്തരം വേദബന്ധു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു? ഉത്തരം ഒരു തവണ. പാലിയത്തച്ഛന്റെ മരണത്തെ തുടർന്ന് ഡച്ചുകാർ കൊച്ചി പ്രധാനമന്ത്രിയായി നിയമിച്ച ഡച്ച് ഉദ്യോഗസ്ഥൻ ആരാണ്? ഉത്തരം ഹെൻറിക് റിൻസ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം പട്ടം താണുപിള്ള. 1836 കേരളത്തിൽ സമത്വ സമാജം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം വൈകുണ്ഠ സ്വാമികൾ. മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം. ഉത്തരം 1947. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു കുടുംബം, ഒരു ലോകം എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം വൈകുണ്ഠ സ്വാമികൾ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ സർവകലാശാല. ഉത്തരം കേരള സർവകലാശാല. ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത് എന്തിനെയാണ്? ഉത്തരം 1854 വുഡ്സ് ഡെസ്പാച്ച്. തിരുവിതാംകൂറുകാർക്ക് എന്നത് ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്? ഉത്തരം മലയാളി മെമ്മോറിയൽ. ഡച്ചുകാർ പ്രചാരത്തിൽ വരുത്തിയ കൃഷി ഏതാണ്? ഉത്തരം തെങ്ങ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ആത്മകഥ. ഉത്തരം ഇന്ത്യ വിൻസ് ഫ്രീഡം. പൂനെ സാർവജനിക സഭ സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം മഹാദേവ ഗോവിന്ദ റാനഡെ. സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയം ആരുടേതാണ്? ഉത്തരം ജയപ്രകാശ് നാരായൺ. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര ഏത് ഭാഷയിലാണ് സാഹിത്യകൃതികൾ രചിച്ചത്? ഉത്തരം ഹിന്ദി. 1851 പെൺകുട്ടികൾക്കായി പൂനെയിൽ പാഠശാല ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ജ്യോതിബ ഫുലെ. 1914 ആനി ബെസന്റ് ആരംഭിച്ച ആഴ്ചപ്പതിപ്പ്. ഉത്തരം കോൺവീൽ. 1908 അരവിന്ദ് ഘോഷ് പ്രതി ചേർക്കപ്പെട്ട ഗൂഢാലോചന കേസ് ഏതാണ്? ഉത്തരം ആലിപ്പൂർ ഗൂഢാലോചന കേസ്. സത്യാഗ്രഹം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ കപ്പൽ സൂററ്റിൽ എത്തിയത് എന്നായിരുന്നു? ഉത്തരം 1608 ഓഗസ്റ്റ് 24. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ജനറൽ സ്മാർട്സുമായി ഗാന്ധിജി ഉടമ്പടിയിൽ ഏർപ്പെട്ടതിൽ പ്രതിഷേധിച്ച് അദ്ദേഹത്തെ ആക്രമിച്ച ഇന്ത്യൻ തീവ്രവാദി ആരാണ്? ഉത്തരം മിർ അലം ഖാൻ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്ര ദിവസം തടവറവാസം അനുഭവിച്ചു? ഉത്തരം 249. എത്രാമത്തെ വയസ്സിലാണ് ഗാന്ധിജി വധിക്കപ്പെട്ടത്? ഉത്തരം 79ാമത്തെ. കൽപ്പവൃക്ഷത്തോട് ഗാന്ധിജി താരതമ്യപ്പെടുത്തിയത് എന്തിനെയാണ്? ഉത്തരം സത്യാഗ്രഹം.
ഗാന്ധിജിക്ക് സിവിൽ നിയമലംഘനം എന്ന ആശയം ആരിൽ നിന്നാണ് ലഭിച്ചത്? ഉത്തരം ഹെൻറി ഡേവിഡ് തോറോ. എത്രാമത്തെ വയസ്സിലാണ് ഗാന്ധിജി ആദ്യമായി ദക്ഷിണാഫ്രിക്കയിൽ എത്തുന്നത്? ഉത്തരം 24. എത്ര വയസ്സുള്ളപ്പോഴാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയത്? ഉത്തരം 45. ഗാന്ധിജി ഇംഗ്ലണ്ടിൽ നിയമ പഠനം നടത്തിയ സ്ഥാപനം ഏതാണ്? ഉത്തരം ഇന്നർ ടെമ്പിൾ. കേരളത്തിൽ എവിടെയാണ് ഗാന്ധിജിയുടെ ചിതാഭസ്മത്തിന്റെ ഒരു ഭാഗം നിമജ്ജനം ചെയ്തത്? ഉത്തരം തിരുനാവായ. ഏത് ജയിലിൽ വെച്ചാണ് ഗാന്ധിജി തന്റെ ആത്മകഥ എഴുതി തുടങ്ങിയത്? ഉത്തരം യർവാദ ജയിൽ. സത്യാഗ്രഹികളിൽ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം യേശു ക്രിസ്തുവിനെ. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ആർട്ടിക്കിൾ 32. ഇത് പറഞ്ഞത് ആരാണ്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ഗാന്ധിയൻ തത്വങ്ങൾ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് പ്രതിപാദിക്കുന്നത്? ഉത്തരം മാർഗനിർദ്ദേശക തത്വങ്ങൾ. മാസ്റ്റർ ദ എന്നറിയപ്പെട്ടിരുന്ന വിപ്ലവകാരി ആരാണ്? ഉത്തരം സൂര്യ സെൻ. സ്വാമി വിവേകാനന്ദനെ വിപ്ലവകാരിയായ പ്രവാചകൻ എന്ന് വിശേഷിപ്പിച്ച എഴുത്തുകാരൻ ആരാണ്? ഉത്തരം ഭൂപേന്ദ്രനാഥ ദത്ത. ദി ടെയിൽ ഓഫ് മൈ എക്സൈൽ എന്ന പുസ്തകം രചിച്ച വിപ്ലവകാരി ആരാണ്? ഉത്തരം ബരീന്ദ്രകുമാർ ഘോഷ്. 1872 ഫെബ്രുവരി 8 വൈസ്രോയി മയോയെ വധിച്ചത് ആരാണ്? ഉത്തരം ഷേർ അലി. ഹിമാലയൻ ടോയ്ലറ്റ്സ് എന്ന പേരിൽ ഡൽഹിയിൽ ബോംബ് നിർമ്മാണശാല നടത്തിയ വിപ്ലവകാരി? ഉത്തരം വിമൽ പ്രസാദ് ജെയിൻ. ഷഹീദ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ വിപ്ലവകാരി? ഉത്തരം ഭഗത് സിംഗ്. ആൻഡമാനിലെ പോർട്ട് ബ്ലെയർ സെല്ലുലാർ ജയിലിലേക്ക് 2 തവണ അയക്കപ്പെട്ട വിപ്ലവകാരി ആരാണ്? ഉത്തരം സജീന്ദ്രനാഥ സന്യാൽ. ഇന്ത്യയിലെ വിപ്ലവകാരികളുടെ ബൈബിൾ എന്നറിയപ്പെട്ട ഗ്രന്ഥം ഏതാണ്? ഉത്തരം ബന്ദി ജീവൻ. ബന്ദി ജീവൻ എന്ന ആത്മകഥാംശമായ കൃതിയുടെ കർത്താവ് ആരാണ്? ഉത്തരം സജീന്ദ്രനാഥ സന്യാൽ. മാത്രവേദി എന്ന വിപ്ലവ സംഘടന സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം രാം പ്രസാദ് ബിസ്മിൽ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ പ്രബോധനങ്ങൾ പിന്തുടരുവാനായി രൂപം കൊണ്ട വിപ്ലവ സംഘടന ഏതാണ്? ഉത്തരം അനുശീലൻ സമിതി. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം? ഉത്തരം 1946. ഈഴവ മെമ്മോറിയൽ ഏത് വർഷമായിരുന്നു? ഉത്തരം 1896. മലയാളി മെമ്മോറിയൽ ഏത് വർഷമായിരുന്നു? ഉത്തരം 1891. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിച്ചത് ഏത് പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ടാണ്? ഉത്തരം നിവർത്തന പ്രക്ഷോഭം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതായിരുന്നു? ഉത്തരം ആറ്റിങ്ങൽ കലാപം. ഇന്ത്യൻ വിപ്ലവകാരികളുടെ സഹായത്തോടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കമ്മിറ്റി സ്ഥാപിച്ച മലയാളി? ഉത്തരം ചെമ്പകരാമൻ പിള്ള. കേരളത്തിലെ ജോൺ ഓഫ് ആർക്ക് എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ്? ഉത്തരം അക്കാമ ചെറിയാൻ. ബ്രിട്ടന്റെ ബദൽ ശക്തിയായ ജർമ്മനിയുടെ സഹായത്തോടെ മാത്രമേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാനാകൂ എന്ന് വിശ്വസിച്ച മലയാളി?
ഉത്തരം ചെമ്പകരാമൻ പിള്ള. കേരളം കണ്ട ഏറ്റവും സാഹസികനായ പത്രപ്രവർത്തകൻ ആരാണ്? ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. വക്കം മൗലവിയുടെ ആശീർവാദത്തോടെ കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി മുസ്ലിം ഐക്യസംഘം നിലവിൽ വന്നത് ഏത് കാലഘട്ടത്തിലാണ്? ഉത്തരം 1922-23. ആറ്റിങ്ങൽ ലഹള നടന്നത് എവിടെയാണ്? ഉത്തരം ആറ്റിങ്ങലിലെ അഞ്ചുതെങ്ങിൽ. തിരുവിതാംകൂർ രാജഭരണത്തെ നന്ദപുരത്തെ നീചന്റെ ഭരണമെന്നും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ഭരണത്തെ വെണ്ണീജ ഭരണമെന്നും വിശേഷിപ്പിച്ച വ്യക്തി? ഉത്തരം വൈകുണ്ഠസ്വാമികൾ. ബ്രിട്ടീഷുകാർ വയനാട്ടിൽ മേധാവിത്വം ഉറപ്പിക്കുന്നതിനെതിരെ അവിടെയുള്ള ആദിവാസി വിഭാഗം നടത്തിയ ലഹള? ഉത്തരം കുറിച്യ ലഹള. കുറിച്യ ലഹള നടന്ന വർഷം? ഉത്തരം 1812. കുറിച്യ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ കുറുമ്പർ ആദിവാസി വിഭാഗത്തിന്റെ തലവൻ? ഉത്തരം രാമനമ്പി. 1938 മുതൽ 1947 വരെ സ്റ്റേറ്റ് കോൺഗ്രസ് തിരുവിതാംകൂറിൽ നടത്തിയ പ്രക്ഷോഭം? ഉത്തരം ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരുടെ ദുർഭരണത്തിനെതിരെ നടത്തിയ അതിരൂക്ഷമായ ജനമുന്നേറ്റ സമരം ഏതായിരുന്നു? ഉത്തരം പുന്നപ്ര വയലാർ സമരം. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം? ഉത്തരം 1888. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപവൽക്കരിച്ച വർഷം? ഉത്തരം 1898. 1903 മെയ് 15 ശ്രീനാരായണ ഗുരു അധ്യക്ഷനായി SNDP യോഗം രൂപീകൃതമായപ്പോൾ അതിന്റെ സെക്രട്ടറി ആരായിരുന്നു? ഉത്തരം മഹാകവി കുമാരനാശാൻ. 1904 ആരുടെ പത്രാധിപത്യത്തിലാണ് SNDP മുഖപത്രമായ വിവേകോദയം തുടങ്ങിയത്? ഉത്തരം കുമാരനാശാന്റെ. ശ്രീനാരായണ ഗുരു ജനിച്ച വർഷം? ഉത്തരം 1854 ഓഗസ്റ്റ് 20. ശ്രീനാരായണ ഗുരു ശിവഗിരിയിൽ ശാരദാ മഠത്തിനെ തറക്കല്ലിട്ട വർഷം? ഉത്തരം 1912. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം? ഉത്തരം 1913. ആലുവയിലെ അദ്വൈതാശ്രമത്തിൽ വെച്ച് സർവമത സമ്മേളനം നടന്ന വർഷം? ഉത്തരം 1924.